ഹലോ ഗൈസ്, അനിമെൻറ്റോർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വാഗബോണ്ടിൻ്റെ ചാപ്റ്റേഴ്സ് 15ഉം 16ഉമാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അതേപോലെ തന്നെ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഇത് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ ചാപ്റ്ററിലേക്ക് പോവാം. ഇപ്പോൾ ടക്വാൻ ഷിപ്പോജി ടെമ്പിളിന്റെ മുന്നിൽ ഇങ്ങനെ കൂളായിട്ട് കിടക്കുന്നത് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ചാപ്റ്റർ ആരംഭിക്കുന്നത്. ഇപ്പോൾ ഒസുഗിയെ കാണിക്കുന്നുണ്ട്. അവർ ചോദിക്കുകയാണ്, എന്തിനാണ് ടക്കേസോയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ നിർത്തിയത്? നമ്മൾ വളരെ അടുത്തെത്തിയതായിരുന്നു, കുറച്ച് സമയം കൂടെ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആ നാറിയെ പിടിച്ചേനെ എന്ന്. ഇപ്പോൾ ഒസുഗിയുടെ കൂടെ നിൽക്കുന്നവർ പറയുന്നുണ്ട്, 3 ദിവസത്തിനുള്ളിൽ ടക്കേസോയെ പിടിക്കുമെന്ന് ടക്വാനും ഒത്സുവും കൂടെ ക്യാപ്റ്റൻ അവോക്കിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് തിരച്ചിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നതെന്ന്. ഇപ്പോൾ ഇത് കേട്ട ഒസുഗി ചോദിക്കുന്നുണ്ട്, ശരിക്കും 3 ദിവസം കൊണ്ട് ടക്കേസോയെ പിടിക്കുമെന്ന് അവർ പറഞ്ഞു. ഇപ്പോൾ അവിടെ നിൽക്കുന്ന ഒരാൾ പറയുന്നുണ്ട്, അങ്ങനെ പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഷിപ്പോജി ടെമ്പിളിന് മുന്നിൽ നിൽക്കുന്ന പഴയ ദേവദാരു മരത്തിൽ ഞാൻ കെട്ടിത്തൂങ്ങി ചാവുമെന്നാണ് ടക്വാൻ പറഞ്ഞിട്ടുള്ളതെന്ന്. ഇപ്പോൾ അവിടെ നിൽക്കുന്ന നാട്ടുകാർ പറയുന്നു, ടക്വാൻ ആ പറഞ്ഞത് ഭയങ്കര ഒരു മണ്ടത്തരമായി പോയി. അവരെ കൊണ്ട് ടക്കേസോയെ 3 ദിവസം കൊണ്ടൊന്നും പിടിക്കാൻ പറ്റില്ല. നമ്മളൊക്കെ ഇത്രയും ദിവസം ശ്രമിച്ചതല്ലേ, അതിന്റെ കഷ്ടപ്പാട് എന്താണെന്ന് നമുക്കറിയില്ലേ. സന്യാസിയായ ടക്വാനും പിന്നെ ഒത്സുവും കൂടെ പോയി ടക്കേസോയെ പിടിക്കുമെന്നു. എൻ്റെ ഭാവി മരുമകൾ എന്തിനായിരിക്കും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നൊക്കെ ഒസുഗി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. മത്തഹാച്ചിയുടെ തനിക്കോണം ഒത്സു അറിഞ്ഞ കാര്യമൊന്നും തള്ള അറിഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോൾ ടക്കേസോയെ തപ്പി ഒത്സുവും ടക്വാനും ഇറങ്ങിയിട്ടുണ്ട്. ഒത്സു ഇപ്പോൾ പറയുന്നുണ്ട്, ടക്വാൻ എൻ്റെ പിടിയിലേക്ക് വന്ന് വീഴാൻ മാത്രം മണ്ടനൊന്നും അല്ല ടക്കേസോ. നിങ്ങൾ എന്തിനാണ് അവോക്കിക്ക് ഇങ്ങനെ ഒരു വാക്ക് കൊടുത്തത്? ടക്കേസോ ഇപ്പോൾ എവിടെ ഉണ്ടാകുമെന്ന് പോലും എനിക്കൊരു ഐഡിയ ഇല്ല. ടക്കേസോ, നീ ഇപ്പൊ എവിടെയാ ഉള്ളേ? ഇപ്പൊ ഒത്സു ഇങ്ങനെ നടക്കുമ്പോൾ അവളുടെ കാലെന്തിലോ തട്ടുന്നുണ്ട്. ഇപ്പൊ അതെന്താണെന്ന് ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ ആ കാഴ്ച കണ്ട് അവൾ അലറി വിളിക്കുകയാണ്. ടക്കേസോ ആ തല്ലിക്കൊന്നിട്ടിരിക്കുന്ന ഒരു കൂട്ടം സാമുറായികളെയാണ് ഇവരവിടെ കാണുന്നത്. ഇതൊക്കെ ചെയ്തത് ടക്കേസോ ആയിരിക്കുമോ? അല്ലാതെ പിന്നെ ആര് ചെയ്യാനാ? ടക്കേസോ ഈ ചെയ്യുന്നതൊക്കെ ക്ഷമിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ടക്വാനൊപ്പം ഇരുന്ന് ഒത്സു ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ രാത്രിയായിട്ടുണ്ട്. കാട്ടിൽ നിന്നാണെങ്കിൽ ഒരു പുക ഇങ്ങനെ ചെറുതായിട്ട് ഉയരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ടക്വാനാണെങ്കിൽ പറയുന്നുണ്ട്, ഒത്സു വാ, സ്റ്റൂ റെഡി ആയിട്ടുണ്ട്, നമുക്ക് കഴിക്കാം. താൻ ഭയങ്കര ഉടായിപ്പാ, ഉള്ള പണിയല്ല എന്നെ കൊണ്ട് എടുപ്പിച്ചിട്ട് ഇവിടെ ഫുഡ് തിന്നാൻ വേണ്ടി ഇരിക്കുക അല്ലേ? രാത്രിയായില്ലേ, ഇനിയും തെരച്ചിലൊക്കെ നാളെ. അല്ല, നീ ഇതെന്താ അവിടെ ചെയ്യുന്നേ? ദേ ഇതെന്താന്ന് നോക്കിക്കേ. കൊള്ളാം, സ്റ്റൂവിലിടാൻ വേണ്ടി നീ പച്ചിലകളും കൂണുകളും ഒക്കെ പറിച്ചുകൊണ്ട് വന്നല്ലേ. ഇപ്പോൾ ഇവർ ഈ ഭക്ഷണം പാകം ചെയ്യുന്നതിൻ്റെ ആ പുക ദൂരെ നിന്ന് ആരോ ശ്രദ്ധിക്കുന്നത് നമുക്ക് കാണാം. അത് മറ്റാരും അല്ല, നമ്മുടെ ടക്കേസോയാണ്. ആ ലുക്ക് കണ്ടിട്ട് അവൻ നല്ല വിശന്നിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ടക്വാൻ ചോദിക്കുന്നുണ്ട്, ഒത്സു എന്തോ നിന്റെ മനസ്സിനെ കാര്യമായിട്ട് അലട്ടുന്നുണ്ടല്ലോ, എന്താ അത്? അത് പിന്നെ നിനക്കതിനെപ്പറ്റി സംസാരിക്കണമെന്നുണ്ടോ? ഇപ്പോൾ ഒത്സുവിന് പറയാനുള്ളത് എന്തായിരിക്കും നമുക്കറിയാമല്ലോ. മത്തഹാച്ചി ഒരു കള്ളനാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഇരുന്ന് കരയാണ്. ഇപ്പോൾ ടക്വാനാണെങ്കിൽ കുറച്ച് സൂപ്പൊക്കെ ഇങ്ങനെ ഒഴിച്ച് അത് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറയുകയാണ്, ഇങ്ങനെ ഒരു സംഭവം നിന്റെ കല്യാണത്തിന് മുമ്പേ നടന്നത് നിന്റെ ഒരു വലിയ ഭാഗ്യമാണെന്ന് ചിന്തിക്ക്. നിനക്ക് മത്തഹാച്ചി അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്ന് ടക്വാൻ ചോദിക്കുന്നുണ്ട്. അതേന്ന് ഒത്സുവും പറയുന്നു. എന്താ നിനക്ക് അവനോട് ഇഷ്ടം തോന്നാനുള്ള കാരണം? അത് പിന്നെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ടക്കേസോ അങ്ങനെ ആരുമായിട്ടും അധികം ചേർന്ന് പോയില്ലായിരുന്നു. അവന് സുഹൃത്തുക്കളൊന്നും ഇല്ലായിരുന്നു. അവനൊരു കാട്ടുമൃഗത്തെ പോലെയായിരുന്നു. മുഴുവൻ സമയവും അവൻ ആ കാട്ടിലും മലയിലും ഒക്കെ തന്നെയായിരുന്നു. വല്ലപ്പോഴും നാട്ടിലേക്ക് വന്നാലായി. ടക്കേസോയ്ക്ക് ഒരു 13 വയസ്സുള്ളപ്പോഴാണ് ആ സംഭവം നടന്നത്. ഇപ്പോൾ ആ ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കുന്നുണ്ട്. മിയാമോട്ടോയിലെ ഗ്രാമവാസികളെല്ലാം ഒരു ബോർഡ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ ബോർഡിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, എൻ്റെ പേര് അരിമാ കിഹൈ. ഞാൻ ഈ നാട് മുഴുവൻ ചുറ്റി എനിക്കൊത്ത എതിരാളികളെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാമത്തിലെ ഏറ്റവും കരുത്തനായ വ്യക്തിയെ എന്നോട് എതിരിടാനായി ഞാൻ വെല്ലുവിളിക്കുന്നു. ഇപ്പോൾ ആ ഗ്രാമവാസികൾ ഇത് കണ്ടിട്ട് ഇങ്ങനെ പരസ്പരം ചോദിക്കുന്നുണ്ട്, ഇവിടെ ഇപ്പോൾ ഏറ്റവും കരുത്തനായിട്ടുള്ള ആൾ ആരാ? അതെന്തായാലും ഞാനല്ല എന്നൊരാൾ പറയുന്നുണ്ട്. അപ്പോൾ വേറൊരാൾ പറയണം, അത് ഞങ്ങൾക്ക് അറിയാവുന്ന. ഇങ്ങനെ ഇവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കൈ വന്നവരെ ഇങ്ങനെ വകഞ്ഞു മാറ്റുന്നുണ്ട്. അപ്പോൾ ഒരു നാട്ടുകാരൻ ഇത് ആരാണെന്ന് ഇങ്ങനെ നോക്കുന്നു. ആ ബോർഡ് കുത്തിവെച്ച അരിമാ കുഹൈ ആണെങ്കിലും ആരെയോ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇപ്പോൾ കാര്യം എന്താണെന്ന് നോക്കി അവിടെ കുത്തിവെച്ചിരിക്കുന്ന ബോർഡ് ഊരി പിടിച്ചുകൊണ്ട് നമ്മുടെ ടക്കേസോ അരിമാ കുഹയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നിനക്കെന്താടാ കൊച്ചിയിറക്കാ വേണ്ടതെന്ന് അരിമ ടക്കേസോയോട് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും വലിയ കരുത്തൻ ഞാനാടാന്ന് പറഞ്ഞിട്ട് ടക്കേസോ ഇപ്പോൾ ആ ബോർഡ് വെച്ച് അയാളെ ഒരടി അടിക്കുന്നുണ്ട്. അടി കൊണ്ട് തല പൊളിഞ്ഞു നിൽക്കുന്നവനെ ചാടി ചെന്ന് വീണ്ടും ഇടിച്ച് താഴേക്കങ്ങ് ഇടുകയാണ്. അയാൾക്ക് ചെറുത്ത് നിൽക്കാൻ ഒരു സെക്കൻഡ് പോലും കൊടുക്കുന്നില്ല. ശരിക്കും ഒരു മൃഗം അറ്റാക്ക് ചെയ്യുന്ന പോലെ. ഇപ്പോൾ ടക്കേസോ അയാളുടെ കയ്യിലിരിക്കുന്ന ആ ഉറയിൽ നിന്ന് വാള് വലിച്ചൂരുന്നുണ്ട്. എന്നിട്ട് വിത്തിൻ സെക്കൻഡ്സ് പുള്ളിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്നതിന് മുമ്പേ തന്നെ അവൻ ആ വാൾ അയാളുടെ കഴുത്തിന് വെച്ചിട്ട് വെട്ടി. ആ ചോര ഇവന്റെ മുഖത്തേക്ക് ഇങ്ങനെ തെറിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീൻ കണ്ടിട്ട് നാട്ടുകാർ സ്തംഭിച്ച് നിൽക്കുകയാണ്. ഈ ഫൈറ്റിൽ ഞാൻ ജയിച്ചു.
ഇപ്പോൾ ഇത്രയും നറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒത്സു ടക്വാനോട് പറയുകയാണ് ആ ഒരു സംഭവത്തിന് ശേഷം ഈ നാട്ടുകാർ മുൻപുള്ളതിനേക്കാൾ ടക്കേസോയിൽ നിന്ന് അകലം പാലിച്ചു. ഇത് കേട്ടിട്ട് ടക്വാൻ പറയുന്നുണ്ട്, പിന്നല്ലാതെ ഇവൻ ഈ ചെയ്ത പണി കണ്ടിട്ട് നാട്ടുകാരൊക്കെ പേടിച്ചു വിറച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഒത്സു പറയുന്നുണ്ട്, പക്ഷേ നാട്ടുകാരൊക്കെ ഒറ്റപ്പെടുത്തിയിട്ടും മത്തഹാച്ചി മാത്രമായിരുന്നു ടക്കേസോയുടെ ഫ്രണ്ടായിട്ട് തുടർന്നതെന്ന്. ടക്കേസോയുടെ അടുത്തേക്ക് പോകരുതെന്നും പറഞ്ഞ് മത്തഹാച്ചിയെ ഒസുഗി വിലക്കുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ഇവരുടെ ഒന്നും വാക്ക് വകവെക്കാതെ മത്തഹാച്ചി ടക്കേസോയുടെ ഫ്രണ്ടായിട്ട് തുടർന്നു. അതുകൊണ്ടാണ് എനിക്ക് മത്തഹാച്ചിയെ ഇഷ്ടമായത്, അതാണ് ഞാൻ അവനിൽ ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്ന് ഒത്സു പറയുന്നു. എന്നിട്ട് അവളിങ്ങനെ ഈ പഴയ കഥയൊക്കെ ആലോചിച്ചിട്ട് വീണ്ടും ഓടിരുന്ന് കരയുകയാണ്. അപ്പോൾ നിനക്ക് ടക്കേസോയെ പേടിയൊന്നുമില്ല? ഏയ്, എനിക്ക് പേടിയൊന്നുമില്ല. എൻ്റെ മനസ്സിപ്പോൾ ആകെ അസ്വസ്ഥമായിട്ടിരിക്കുക. ഒത്സു, കേട്ടിട്ട് ഇത് ഭയങ്കര വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. എന്ത്? അതായത് ടക്കേസോയുടെ കൂട്ടുകാരനായി തുടർന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണോ നിനക്ക് മത്തഹാച്ചിയെ ഇഷ്ടമായത്? സോ ഗൈസ്, അപ്പോൾ ഒത്സുവിൻ്റെ മനസ്സിൽ ശരിക്കും ടക്കേസോയോടാണ് ആ ഒരു സോഫ്റ്റ് കോർണർ ഉള്ളത് എന്നുള്ളതിൻ്റെ ഒരു ഹിൻ്റാണിത്. ഇപ്പോൾ ടക്വാനാണെങ്കിൽ അവിടെ ഇരുന്ന സൂപ്പൊക്കെ കുടിച്ചിട്ട് നീട്ടി ഒരു വളി അങ്ങ് വിടുന്നുണ്ട്. ഇത് സൂപ്പിൽ ചേർത്ത പയറിൻ്റെ എഫക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ടക്വാൻ വീണ്ടും വീണ്ടും ഇരുന്ന് പൊട്ടിക്കുകയാണ്. ഇതൊന്നും നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ച് നമ്മുടെ ഒത്സു അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ഒത്സു, നീ എന്തേ കുറച്ചുകൂടെ സ്റ്റൂ എടുത്ത് കഴിക്ക്? എനിക്കെങ്ങും വേണ്ട. കഴിക്കുന്നേ, ഇതിലൊന്നും നാണക്കേട് വിചാരിക്കേണ്ട കാര്യമില്ല, നമ്മളിവിടെ ഈ കാട്ടിലല്ലേ ഇരിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ടക്വാൻ വീണ്ടും ഒരെണ്ണം പൊട്ടിക്കുന്നുണ്ട്. ഇപ്പൊ ഇവർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഒരാൾ നടന്നു വരുന്നുണ്ട്. നമ്മളെല്ലാവരും മനുഷ്യരല്ലേ ഒത്സു, ഈ ഗ്യാസ് പോകുന്നതൊക്കെ മനുഷ്യ സഹജമാണ്. അപ്പൊ ഇതെല്ലാം കേട്ട് ഒത്സു അവിടെ നിന്ന് നിർത്താതെ ചിരിക്കുകയാണ്. ഇപ്പൊ ഇവരായിരിക്കുന്നിടത്തേക്ക് വന്നിരിക്കുന്നത് ടക്കേസോ ആണെന്നുള്ള കാര്യം നമുക്ക് കാണാം. എന്താ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ ടക്കേസോ? അപ്പോൾ ഈ പതുങ്ങി നിന്ന് തന്നെ ടക്വാൻ സ്പോട്ട് ചെയ്തല്ലോ എന്ന് ആലോചിച്ച് ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് നിൽക്കുന്ന ടക്കേസോയെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ചാപ്റ്റർ അവസാനിക്കുന്നത്. ഇപ്പോൾ കൂടെ വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ടക്കേസോയെ ടക്വാൻ ക്ഷണിക്കുകയാണ്. ടക്കേസോ, നിന്നെ കണ്ടാലേ അറിയാം നീ വല്ലാണ്ട് തളർന്നു നിൽക്കുകയാണെന്ന്. നീ കഷ്ടിച്ചാണ് ഈ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇപ്പോൾ ടക്കേസോ ആകെ ക്ഷീണിച്ച് തന്നെ നിൽക്കുകയാണ്. അവന് മുൻപിലുള്ളതൊന്നും ക്ലിയർ ആയിട്ട് കാണാൻ പോലും കഴിയുന്നില്ല. ഒത്സു, നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്നൊരു തളർന്ന സ്വരത്തിൽ ടക്കേസോ ചോദിക്കുന്നുണ്ട്. കണ്ടില്ലേ, നിനക്ക് ശരിക്കും ഒന്ന് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. ഞങ്ങൾ നിന്നെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നതാണ് ടക്കേസോ. ഇപ്പോൾ ഇത് കേട്ടിട്ട് ക്ഷീണിച്ച് നിൽക്കുകയാണെങ്കിലും ആ കയ്യിലെ ആയുധം എടുത്ത് ടക്കേസോ റെഡിയായി നിൽക്കുന്നുണ്ട്. പക്ഷെ അവന്റെ കയ്യിലിരിക്കുന്ന ആ തടി കൊണ്ടുള്ള വാളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചോര, അതായത് ടക്കേസോ മുൻപ് ആ ഫൈറ്റ് ചെയ്തവരുടെയൊക്കെ ചോര കാണുമ്പോൾ അവന്റെ മനസ്സിലേക്ക് ഓരോ വിഷൻസ് ഇങ്ങനെ വരികയാണ്. നീ ഒരു ചെകുത്താനാണ്, ഒരു മൃഗമാണ്, ഒരു ദുഷ്ടനാണ് നീ എന്നൊക്കെ പറഞ്ഞ ഒസുഗിയും നാട്ടുകാരും സാമുറായിസും ഒക്കെ ഇങ്ങനെ ഇവന്റെ നേർക്ക് വരുന്നത് ടക്കേസോ മനസ്സിൽ കാണുകയാണ്. എവിടെ തിരിഞ്ഞാലും അവിടെ എല്ലാം ടക്കേസോയെ വെറുക്കുന്ന ആൾക്കാരാണ്. അവനെ കൊല്ലാനും വെട്ടി താഴെയിടാനും മാത്രം നോക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കിടയിലും അവനാകെ ഉണ്ടായിരുന്ന സുഹൃത്തായിട്ടുള്ള മത്തഹാച്ചി അവനെ വിട്ടിട്ട് പോയി. ഇപ്പൊ ആ എതിരെ വന്ന നാട്ടുകാരെ സാമുറായിസിനെ എല്ലാം ഒരു ഡീമനെ പോലെ നിന്നിട്ട് ടക്കേസോ കൊന്നു തള്ളിയതൊക്കെ അവന്റെ മനസ്സിൽ കൂടി ഇങ്ങനെ പോവാണ്. ഇതൊക്കെ വരച്ചു വെച്ചിരിക്കുന്നത് ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള രീതിയിലാണ്. തക്കേഹിഗോ ഇനോയുടെ ആ ഒരു ആർട്ട് സ്റ്റൈലിനെ എന്തായാലും പ്രശംസിച്ചേ പറ്റൂ. ഇപ്പൊ ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടക്കേസോ ആയുധമൊക്കെ എടുത്തിട്ട് ടക്വാനും ഒത്സുവിനും നേരെ ഇങ്ങനെ നിൽക്കുകയാണ്. ഒത്സു, നീയും ഈ മറ്റുള്ള നാട്ടുകാരെ പോലെ തന്നെയാണോ? ഇപ്പോൾ ആകെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടുകൂടി ഒത്സു ടക്കേസോയെ വിളിക്കുന്നുണ്ട്. ആരാണീ ഒക്കോ? അവൾ എങ്ങനെയുള്ളവളാണ്? എന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒത്സു ഒരു കൊച്ചു കുട്ടിയെ പോലെ ടക്കേസോയുടെ അടുത്തേക്ക് ഓടി വരികയാണ്. ഇപ്പോൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്നുകൊണ്ട് ഒത്സു പറയുന്നുണ്ട്, ടക്കേസോ, മത്തഹാച്ചി എനിക്കൊരു കത്ത് എഴുതിയിരുന്നു, അതിലെ കണ്ടന്റ് ഭയങ്കര ഭീകരമായിരുന്നു, ഞാൻ വീണ്ടും ഉപേക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഒത്സു കരയുകയാണ്. ഇപ്പോൾ കുഞ്ഞുനാളിൽ ഒത്സുവിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ ആ സീൻ നമ്മളെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും വിവാഹം കഴിക്കാനായിട്ടിരുന്ന മത്തഹാച്ചിയും ഒത്സുവിനെ ഉപേക്ഷിച്ചു. അങ്ങനെ ടക്കേസോയുടെ ആ കയ്യിലെ ആയുധം ഫൈനലി താഴെ വീഴുകയാണ്. ഇപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ടക്വാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അതെ, ടക്കേസോയെ ജീവനോടെ പിടികൂടാൻ കഴിയുന്ന ഒരേ ഒരാൾ അത് ഒത്സു തന്നെയായിരുന്നു. ഇപ്പോൾ ഞാനിനി എന്ത് തരം ഉപദേശമാണ് ടക്കേസോയ്ക്ക് കൊടുക്കുക? ഇല്ല, ടക്കേസോ എൻ്റെ ഉപദേശങ്ങളൊന്നും ചെവിക്കൊള്ളാൻ പോകുന്നില്ല. ഒരുപക്ഷെ ഒന്ന് കടുത്ത രീതിയിൽ ശ്രമിച്ചാൽ എനിക്ക് മൃഗത്തിന്റെ തലയ്ക്ക് സ്വല്പം വെളിവുണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. ഈ കാട്ടിൽ ഒളിവിൽ കഴിഞ്ഞത് മൂലം പട്ടിണി കിടന്ന് ഇവനാകെ ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ വിചാരിച്ച കാര്യം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞേക്കും. എന്തായാലും അവസ്ഥ കണ്ടിട്ട് ഇനിയിപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. ഒത്സു ശരിക്കും കരുത്തയായ ഒരു പെൺകുട്ടിയാണെന്ന് ടക്വാൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒത്സു നിന്നെ ഒട്ടും തന്നെ ഭയപ്പെട്ടിരുന്നില്ല ടക്കേസോ എന്ന് ടക്വാൻ പറയുന്നു.
ഇപ്പോൾ നോക്കിയാൽ ടക്കേസോ അവിടെ തളർന്നു വീണിരിക്കുകയാണ്. ഒത്സു, നീ അങ്ങനെ ഒടുവിൽ ടക്കേസോയെ പിടിച്ചിരിക്കുന്നു എന്ന് ടക്വാൻ പറയുന്നിടത്ത് നമ്മുടെ ചാപ്റ്റർ എൻഡ് ആവുകയാണ്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ചാപ്റ്റേഴ്സിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.